أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള ഷറഹ് റാത്തീബുൽ ഹദ്ദാദ് ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ 32ാമത്തെ ക്ലാസ്സിലേക്കാണ് വിഷയ അവതരണവുമായി ഈ എളിയവൻ കടന്നു വരുന്നത്. നമ്മൾ 31 വരെ ക്ലാസ്സിലൂടെ സംസാരിച്ച വിഷയങ്ങൾ എല്ലാം നമുക്ക് അറിയാം. 31ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖദറിനെ കുറിച്ചുള്ളതാണല്ലോ. 2 ഈരടി ബെയ്ത്ത് പറഞ്ഞിട്ട് ആ ബെയ്ത്തിന്റെ സാരാംശം പറഞ്ഞതിന് ശേഷം പറയുകയുണ്ടായി, നമ്മൾ പ്രത്യേകമായി നമ്മുടെ റാത്തീബിലൂടെ ചൊല്ലി വരുന്നൊരു പ്രധാന ദിക്റും കൂടിയാണ് ഏത്? ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ഖാൻ എന്നർത്ഥം വരുന്ന രീതിയിൽ ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അൽ ഖൈറു വശർറു മശീഅത്തില്ലാ ഇത് കൊടുത്തിട്ട് അതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഖദറിന്റെ വിഷയത്തിൽ ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ഖാൻ വമാലം യശഇ ലം യകുൻ, അല്ലാഹു ഉദ്ദേശിച്ചതൊക്കെ ഉണ്ടാകും, ഉദ്ദേശിക്കാത്തത് ഉണ്ടാവില്ല എന്നൊരു ചർച്ച വെച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് ഖദർ കൊണ്ട് വിശ്വസിക്കേണ്ടത് എന്നും നമ്മൾ പറഞ്ഞെങ്കിൽ, ഇനി അതിനോട് എതിരിട്ടുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ വികലമാക്കുവാനും തൗഹീദിൽ മായം ചേർക്കുവാനും അന്നോളം എല്ലാവരും ഒരുമിച്ച് പോന്നതായ ഐക്യത്തെ തകർക്കുവാൻ വേണ്ടി വിള്ളലുണ്ടാക്കിയ ആദ്യത്തെ പാർട്ടിയാണ് മുഅ്തസിലത്ത്. ഇവർ എന്തൊരടിസ്ഥാനത്തിലാണ് തൗഹീദിൽ മായം ചേർത്തതും ആ മായം ചേർത്ത ആയത്തുകൾ ഏതൊക്കെയെന്നും അതിനെ എങ്ങനെയാണ് നമ്മൾ ഗണ്ണിക്കേണ്ടതും എതിരിടേണ്ടതും എങ്ങനെയാണ് സുന്നത്ത് ജമാഅത്ത് അതിനെ വിശദീകരിക്കേണ്ടത് എന്നുമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അതിന് അർഹമായ രീതിയിൽ ആരോഗ്യവും ആഫിയത്തും അറിവും തന്ന് നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്, കൂടുതലൊന്നും പറയാതെ. നമ്മുടെ ശത്രു വഖാലബത്തുൽ മുഅ്തസിലത്തു ഫീ ഹാദൈനിൽ അസ്ലൈനി എന്ന ഈ 2 അടിസ്ഥാന കാര്യത്തിൽ മുഅ്തസിലത്ത് എതിരായി. ഇവിടുന്നാണ് നമ്മുടെ ശറഹിന്റെ മുസന്നിഫ് തുടങ്ങുന്നത്. ഇന്നമാ ഷാ അല്ലാഹു ഖാൻ വമാലം യശഇ ലം യകുൻ, അള്ളാഹു ഉദ്ദേശിച്ചത് ഉണ്ടായി, ഇതൊരടിസ്ഥാനം. അള്ളാഹു തആല ഉദ്ദേശിക്കാത്തത് ഉണ്ടായിട്ടില്ല. ഇവിടെ വെച്ചിട്ടാണ് ഇനി നമ്മളോട് പുത്തൻ പ്രസ്ഥാനക്കാരനായ മുഅ്തസിലത്ത് എന്ന് പറയുന്ന ആ പുതിയ വിവാദമുണ്ടാക്കിയ ആളുകൾ നമ്മുടെ എതിരായി. ഫഅൻകറു, അവർ നിഷേധിക്കുകയാണ് ഇറാദത്ത് അല്ലാഹി തആല ലിശ്ശർരി, അല്ലാഹു തആല തിന്മയെ ഉദ്ദേശിക്കുകയില്ല എന്നാണ്. അല്ലാഹു തആല തിന്മയെ ഉദ്ദേശിക്കുന്ന പരിപാടി അല്ലാഹ്ക്കില്ല. വഖാലു, അവർ പറയുന്നത് പിന്നെ എന്താ? ഇന്നഹു അറാദ മിനൽ കാഫിരി അൽ ഈമാന ലൽ കുഫ്റാന. അപ്പൊ ഇവിടെ ഒരു വിഷയം നടക്കുന്നുണ്ട്. അല്ലാഹു തആല തിന്മയെ ഉദ്ദേശിക്കുന്നില്ല എന്ന് മുഅ്തസിലത്ത് പറയുമ്പോൾ ഇവിടെ കാഫിരീങ്ങളായ ആളുകളുണ്ട്, തമ്മാടികളും തെറ്റുമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. പിന്നെ എന്താണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ അതിന് അവർ അർത്ഥം വെക്കുക എന്താണെന്നറിയോ? അല്ലാഹു തആല തെറ്റേ ഉദ്ദേശിക്കുന്നില്ല, പിന്നെ എന്താണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്? നന്മയല്ലേ? അപ്പൊ ഇവിടെ ഈ ചോദ്യം വരും എന്നതുകൊണ്ട് അവർ വ്യാഖ്യാനിക്കുകയാണ് ഇന്നഹു അറാദ മിനൽ കാഫിരി അൽ ഈമാന അൽ കുഫ്ര എന്ന സത്യനിഷേധികളായി ഇവിടെ ജീവിക്കുന്ന ആളുകളിൽ നിന്ന് അള്ളാഹുവിന്റെ ഉദ്ദേശം ഈമാനാണ്, അവർ മുഅ്മിനാവണം എന്നാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. കുഫർ തരത്തെയല്ല. എന്താണെന്നറിയാമോ? അത്വാഅത, അവർ ആരാധിക്കണം എന്നതാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ലൽ മഅസിയത, തെറ്റിനെയല്ല. അപ്പൊ തെറ്റല്ല അവരെന്ന് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്, കുഫറുമല്ല കാഫിർ എന്ന് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് ഈമാനും ത്വാഅത്തുമാണ്. ഈമാനും ത്വാഅത്തും നല്ലതല്ലേ? ഇത് രണ്ടുമാണ് അല്ലാഹു തആല ഇത്തരം ആളുകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് മുഅ്തസിലത്ത് വിശദീകരിക്കുമ്പോൾ ഇതിന് നമുക്കൊരു മാനദണ്ഡം വേണ്ട. കേട്ട ശരി തന്നെയല്ലേ തോന്നുക?
ഇങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ ഇവർ കുഫറായി പോയല്ലോ, ഇവരുടെ തെറ്റും ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ സംഭവിക്കുന്നു? ഇതുവരെ വാദമാണെങ്കിൽ ഇവിടെ എതിര് വരുന്നില്ലേ? അപ്പൊ എന്തായിരിക്കും നോക്കുക. സഅമം മിൻഹും, അവരിൽ നിന്നുള്ള വാദമുണ്ടായിക്കൊണ്ട്. എന്താണ് വാദം? അവർ വാദിക്കുന്നത് അന്ന ഇറാദത്തൽ ഖബീഹി ഖബീഹത്തുൻ, അല്ലാഹു തആല വെടക്കായതും മോശമായതുമാണ് അള്ളാഹിന്റെ ഉദ്ദേശം നിങ്ങൾ വെക്കുകയാണെങ്കിൽ ആ ഇറാദത്ത് ഖബീഹത്തുൻ, അത് മോശമല്ലേ? അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഖബീഹത്ത് വരാൻ പാടില്ലല്ലോ, നന്മല്ലേ വരാൻ പാട്. ഫഇൻദഹും, അപ്പോ അവരുടെ അടുക്കൽ യകൂനു അക്സറു മാ യഖഉ മിൻ അഫ്ആലിൽ ഇബാദി അലാ ഖിലാഫി ഇറാദത്തില്ലാഹി തആല, അടിയങ്ങളുടെ പ്രവൃത്തികളിൽ നിന്ന് സംഭവിക്കുന്ന അധിക പ്രവൃത്തികളും അല്ലാഹു തആലാന്റെ ഇറാദത്തിന് എതിരായിട്ടാണ് സംഭവിക്കുക എന്നുള്ളതാണ് അവിടെ വാദം. കാരണം നന്മയാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്, തിന്മ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നില്ല. തിന്മക്കാരായ ആളുകൾ ഇവിടെയുണ്ട് താനും. ഈ തിന്മയൊക്കെ ഇവർ ചെയ്യുന്നത് അള്ളാഹുവിന്റെ ഇറാദത്തിന് നേരെ എതിരായിട്ടാണ് എന്നവിടെ വാദം. അപ്പൊ അല്ലാഹു തആലയുടെ ഇറാദത്ത് ഖബീഹത്തിനോടൊന്നും ബന്ധിക്കുന്നില്ല, നല്ലതിനോടെ ബന്ധിക്കുള്ളൂ. ബിർറെ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നുള്ളൂ, ഖൈറെ അല്ലാഹു തആല ഉദ്ദേശമുള്ളൂ, ഷർറ് അല്ലാഹുവിന്റെ ഉദ്ദേശമില്ല എന്നാണ് മുഅ്തസിലത്തിന്റെ വാദം. ഈ വാദം അവര് എന്താക്കി പൊക്കി പിടിച്ചെങ്കിൽ ഇതിന് മറുപടി നമ്മൾ പറയണ്ടേ? നമുക്ക് കുഴപ്പമില്ല, ഇറാദത്ത് എന്ന് പറയുന്ന പരിപാടി അള്ളാഹ്ക്കുണ്ട്, ആ ഇറാദത്തിൽ ഖൈറുണ്ട് ഷർറുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ഇവര് പറയുന്നത് പോലുള്ള വ്യാഖ്യാനം ചെയ്താൽ പിന്നെ അടിമക്ക് ഇവിടെ ചെയ്യുന്ന പണി അടിമക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന പണിയായിട്ട് വരും. അത് വരാൻ പാടില്ലല്ലോ. എങ്കിൽ ഇവരുടെ വാദത്തെ നമുക്ക് ആദ്യമായി പൊളിക്കാം. ഇവർ പറഞ്ഞ വാദം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്താണ് പറഞ്ഞതെന്നറിയാമോ? സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു തആല ഉദ്ദേശിക്കുക നന്മ മാത്രമാണ്, തിന്മ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ തിന്മകളൊക്കെ ഇവിടെ സംഭവിക്കുന്നതൊക്കെ അടിയങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ ഇറാദത്തിന് എതിരാണ് എന്ന് വെക്കുമ്പോൾ ഇവിടെ വാദിഞ്ഞ് പൊളിക്കണം നമുക്ക്. വഖദ് ദല്ലത്തിൽ ആയാത്തു അലാ ഖിലാഫി ഖൗലിഹിം, ഇവര് പറഞ്ഞതിന് നേരെതിരാണ് അള്ളാഹുവിന്റെ ആയത്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഇവര് ആയത്തിലേക്ക് പോയില്ല, ഇവര് യുക്തിയെടുത്ത് വാദിച്ചപ്പോൾ ആ യുക്തിക്കുള്ള സ്ഥാനമല്ല ഇവിടെ. അല്ലാഹു തആല അതിന് വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. ആ മറുപടിയാണ് സുന്നത്ത് ജമാഅത്തിന്റെ അഖിലുകാരായ നമുക്ക് കൊടുക്കാനുള്ളത് എന്നാണ് ബഹുമാനപ്പെട്ട ശറഹിന്റെ മുസന്നിഫ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതാണ് പണ്ഡിതന്മാർക്ക് കൊടുത്തിട്ടുള്ളതും. എന്താണ് ആയത്ത്? ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സ്വദ്റഹു ലിൽ-ഇസ്ലാമി വമൻ യുരിദ് അൻ യുദില്ലഹു യജ്അൽ സ്വദ്റഹു ലയ്യഖൻ ഹറജാ എന്ന ആയത്താ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം നോക്കൂ. ഫമൻ യുരിദില്ലാഹു, അല്ലാഹു തആല ഉദ്ദേശിച്ചവൻ, അൻ യഹ്ദിയഹു, അല്ലാഹു അവനെ സന്മാർഗത്തെ ആക്കാൻ ഉദ്ദേശിച്ചു, അങ്ങനത്തവൻ, യശ്റഹ് സ്വദ്റഹു ലിൽ-ഇസ്ലാം, ഇസ്ലാമിലേക്ക് അവന്റെ നെഞ്ചിനെ അവന്റെ ഹൃദയത്തെ അല്ലാഹു തആല വെളിച്ചമാക്കി വിശാലമാക്കി തുറന്നു കൊടുക്കും. വമൻ യുരിദ്, അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണ് എങ്കിൽ, അയ്യുദില്ലഹു, ഒരു മനുഷ്യനെ പിഴപ്പിക്കുവാനാണ് അള്ളാഹുവിന്റെ ഉദ്ദേശമെങ്കിൽ, യജ്അൽ സ്വദ്റഹു ലയ്യഖൻ ഹറജാ, അവന്റെ ഹൃദയത്തെ അല്ലാഹു തആല ആകെ കുടിസാക്കിയിട്ട് ആകെ കുറ്റത്തിലേക്ക് പോകുന്ന രൂപത്തിൽ അവന്റെ ഹൃദയത്തെ അല്ലാഹു തആല ആക്കും. ഇപ്പൊ ഈ ആയത്ത് കൊണ്ട് എന്ത് മനസ്സിലായി? രണ്ട് ഇറാദത്തും അല്ലാഹു തആലക്കുണ്ട് എന്ന് വ്യക്തമായി തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധമായിരിക്കുന്ന ഖുർആനിലൂടെ പറയുമ്പോൾ, മുഅ്തസിലിയാക്കളെ, നിങ്ങളെ ഈ വിശ്വാസം ശരിയല്ല എന്നല്ലേ അല്ലാഹു തആല പഠിപ്പിച്ചത്? അതാണ് സുന്നികളായ നമ്മൾ പറയുന്നത്, അല്ലെ? അപ്പൊ നല്ലതും ദുഷിച്ചതും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനുള്ള തെളിവ് കൂടിയാണ് ഇത്. അല്ലാഹു തആല നന്മ ഉദ്ദേശിക്കുന്നുണ്ട്, തിന്മയും ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് ഇദ്ലാൽ. ഫമൻ യുരിദ് അൻ യുദില്ല, അവിടെ തിന്മയല്ലേ. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയ, അവിടെ നന്മയല്ലേ. ഇത് രണ്ടും ഇറാദത്താണ്, ഇത് രണ്ടും പറഞ്ഞത് അള്ളയാണ്, ആയത്തല്ലേ. അപ്പൊ മുഅ്തസിലിയാക്കളുടെ ഈ വിശ്വാസവും ഈ ദുർവ്യാഖ്യാനവും ഈ ഖണ്ഡനവും പൊട്ടിപ്പോയി. ഇനി ഖണ്ഡന മണ്ഡനം നമ്മൾ നടത്തുമ്പോൾ അവർക്കൊന്നും പറയാനുണ്ടാവുകയില്ല. എങ്കിൽ ഈ ആയത്തിലൂടെ നമുക്കൊന്ന് വിശദമായി ഒന്ന് പടയോട്ടം നടത്താം, ചിന്തിക്കാം. എന്താണ് ഈ ആയത്ത് പറയുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ, സുന്നികളായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സ്വദ്റഹു ലിൽ-ഇസ്ലാമി എന്നല്ലേ. ഇതിനെക്കുറിച്ചൊരു ചർച്ച നമ്മുടെ ഇബ്നു കസീറിലൂടെ മഹാന്മാരായ മുഫസ്സിറുകൾ നടത്തിയിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സ്വദ്റഹു ലിൽ ഇസ്ലാം എന്ന് പറഞ്ഞ് ആയത്തിനെ ബഹുമാനപ്പെട്ടവർ വ്യാഖ്യാനിച്ചത് എന്താണ്? യശ്റഹ് സ്വദ്റഹു ലിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ യുവസ്യു ഖൽബഹു ലിത്തൗഹീദി വൽ ഈമാനി ബിഹി. അതാണ് നല്ല അർത്ഥല്ലേ? നമുക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിലാണ് മഹാൻ വ്യാഖ്യാനിച്ചത്. എന്താ പറഞ്ഞത്? അവർ മനുഷ്യന്റെ ഹൃദയത്തെ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കും. എന്തിന്? അള്ളാഹുവിനെ തൗഹീദിനെ ഉറപ്പിക്കുവാനും അള്ളാഹിനെ കൊണ്ടുള്ള വിശ്വാസത്തിന് വേണ്ടി വിശാലമായ മനസ്സായി അല്ലാഹു തആല കൊടുക്കും. ഈ വിശാല മനസ്സുള്ളത് കൊണ്ടല്ലേ നമ്മൾ മുസ്ലിങ്ങളായത്? ഈ വിശാല മനസ്സ് അല്ലാഹു തആല ഉദ്ദേശിച്ചു നൽകിയത് കൊണ്ടല്ലേ നമ്മൾ മുഅ്മിനീങ്ങളായി ജീവിക്കുന്നത്? അൽഹംദുലില്ലാഹ്, ഇത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അവസാന സമയം വരെ അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ നമ്മൾ ദ്വാരിക്കുക. എപ്പോഴാണ് ഊരിക്കളയുക എന്ന് പറയാൻ പറ്റുകയില്ലല്ലോ. ഊരിക്കളഞ്ഞ എത്രയോ ചരിത്രം നമുക്കുണ്ടല്ലോ. അതൊക്കെ നമ്മൾ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി ഈ ആയത്തിനെ കുറിച്ചൊരു ചോദ്യം നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ജാഫർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയുണ്ടായി, അല്ല നബിയെ, ഇവിടെ പറയുന്നത് ഈ ഹൃദയത്തെ ആകെ വിശാലമാക്കി കൊടുക്കുന്നുണ്ടെന്നല്ലേ പറയുന്നത്? എങ്ങനെയാണ് നബി ഇതിന്റെ വിശാലത ഒന്ന് പറയോ? നബിയല്ലേ വ്യാഖ്യാനിക്കേണ്ടത്? നമുക്ക് തോന്നിയ മാറി വ്യാഖ്യാനിക്കാനൊന്നും പറ്റില്ല, അവകാശവുമില്ല. അതല്ല സുന്നികൾ. ബഹുമാനപ്പെട്ട നബി തങ്ങളത് ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി വിശദീകരണം നൽകുന്നു. നൂറുൻ, ഒരു പ്രകാശമാണ്. യുഖ്ദഫു ഫീഹി, അവന്റെ ഹൃദയത്തിലേക്ക് ആ പ്രകാശത്തെ എറിയപ്പെടും, ഇട്ടുകൊടുക്കും. ഫയൻശരിഹു ലഹു, അപ്പോൾ ആ പ്രകാശം സ്വീകരിക്കുവാൻ ഹൃദയം അതാ വിശാലമാകുന്നു. വയൻഫസിഹു, അത് അതിവിശാലമായി നിൽക്കുകയാണ്. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, നബിയെ, അങ്ങനെ ആ പ്രഭ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ വിശാലമാകുന്നു എന്ന് പറയുന്നു. എന്താണ് നബി അത് വിശാലമാവുക എന്നതിന്റെ അടയാളം? നമുക്കറിയണ്ടേ? അതാ നബി തങ്ങൾ പറഞ്ഞു തരുന്നു. കാല, ഹബീബായ നബി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദി, ശാശ്വതമായ പരലോക ജീവിതത്തിലേക്കുള്ള മടക്കമാണ്. നശ്വരവും നൈമിഷികമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന് കാലാകാലം ജീവിക്കുന്ന ഭവനമാകുന്ന സ്വർഗീയ ലോകത്തേക്ക്, മഹ്ശറിലേക്കുള്ള ഒരു മടക്കമാണ് ഈ ദുനിയാവിൽ നിന്ന് അദ്ദേഹം ചിന്തിക്കുക. വത്തജാഫി അൻ ദാരിൽ ഖുറൂർ, ഈ വഞ്ചനയുടെയും ചതിയുടെയും ലോകമായി ഈ വീട്ടിൽ നിന്ന് അകന്ന് ജീവിക്കും. വൽഇസ്തിഅദാദു ലിൽ മൗതി ഖബ്ല ലിഖാഇൽ മൗതി, മരണം വരുന്നതിന്റെ മുമ്പ് തന്നെ മരണത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഉണ്ടായിത്തീരും. അതാണ് ഈ ഹൃദയം വിശാലമാവുക, അത് വളരെ വിശാലമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബാക്കളുടെ ചോദ്യത്തിന് ഉത്തരമായി നബി തങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഈ ഹദ്ദാദൊക്കെ ചൊല്ലുന്നത് എന്തിനാണെന്നും ഈ ദിക്റുകളും ഈ ഉപദേശങ്ങളൊക്കെ നടത്തുന്നത് എന്തിനാണ്? നമ്മുടെ തൗഹീദ് ഒന്ന് വിശാലമാവണം, നമ്മുടെ ഹൃദയം ഒന്ന് വിശാലമായി പ്രഭ വർദ്ധിക്കണം. അതിന്റെ നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു തആല അതിശക്തമായ പ്രഭ നൽകി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള എല്ലാ ഇരുട്ടുകളും ഒഴിവാക്കി നശ്വരവും നൈമിഷികവുമായ മായാവലയമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചതിയുടെയും വഞ്ചനയുടെയും ലോകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഹലാലായ മാർഗത്തിലൂടെ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ച് ആഖിറത്തിലേക്ക് പോകുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവ അല്ലാഹു തആല നൽകിയതാണ്, ഇറാദത്താണ് ഈ ഇസ്ലാം, ഈ പ്രഭ കിട്ടുക എന്നുള്ളത് നന്മ. അല്ലാഹു തആല വഴിപേപ്പിക്കുവാൻ ഉദ്ദേശിച്ചവൻ അവന്റെ മനസ്സിന് യാതൊരു വിശാലതയുമില്ല, കുടിസായിരിക്കും. അതാണ് ഇവിടുത്തെ തെറ്റുകാർക്കുള്ളത്, അതാണ് ഇവിടെയുള്ള അവിശ്വാസികൾക്കുള്ളത്, അതാണ് അവർ വിശ്വസിക്കാത്തതും, അതാണ് അവർ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അവരുടെ മനസ്സിന് വിശാലതയില്ല. അങ്ങനെ ആവാൻ അല്ലാഹു തആല തീരുമാനമാണ്. അപ്പോ ഇറാദത്ത് ഖബീഹത്തിനോട് ഇല്ല എന്ന് പറഞ്ഞത് ശരിയല്ല. നന്മയും തിന്മയും എല്ലാം ഉദ്ദേശിക്കുന്നത് ഖാലിഖായ ഈ അടിയങ്ങളൊക്കെ തീറ്റിപ്പോറ്റുന്ന, വേണ്ടതുപോലെ ചെയ്തു കൊടുക്കുന്ന ഏക ഇലാഹായ അള്ളാഹുവാണ്. അവിടെ രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുകയാണ്. ഈ ആയത്തിലൂടെ മുഅ്തസിലത്തിന്റെ വാദം പൊളിച്ചു വിട്ടു. തീർന്നിട്ടില്ല, ഒരായത്തും കൂടി നമുക്ക് ഓതാം. വഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്ക് പോലെ എന്ത്? വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്നതൻ, നിങ്ങളെ നമ്മൾ പരീക്ഷിക്കും. ബിശ്ശർരി, തിന്മ കൊണ്ട്,
വൽ ഖൈരി നന്മ കൊണ്ട് ഫിത്നതൻ പരീക്ഷയായിട്ട് ഫിത്നയായിട്ട് നിങ്ങളെ നമ്മൾ പരീക്ഷിക്കും എന്ന് ബഹുമാനപ്പെട്ട വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോടന്ന് പറയുന്നു. ഈ 2 ആയത്തും ചിന്തിച്ചാൽ തന്നെ ധാരാളം നമുക്ക് മതിയല്ലോ. ഇനി ഇതിനോട് ഫലമായിട്ട് നമുക്ക് എത്ര ആയത്തും ഖുർആനിന്റെ പരിധിയാൽ കിട്ടും. അപ്പോ ഷർറും ഖൈറൊക്കെ അല്ലാഹു തആലയുടെ ഭാഗത്തിൽ നിന്നുള്ളതാണ്. അള്ളാഹ് നന്മ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, തിന്മ അടിയങ്ങളാണെന്ന് പറയുന്നത് ശരിയല്ല എന്ന ആ പുത്തനാശയക്കാരുടെ വാദത്തിന്റെ തൂമ്പ് തുള്ളിക്കൊണ്ടാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. ഇനി വേറൊരായത്ത് നമുക്ക് കാണാമല്ലോ, വേറെ സൂറത്തിലൂടെ എന്ത് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹി ഉലൈക ഫീ ളലാലിൻ മുബീൻ. കണ്ടോ, ഇവിടെ ഈ ആയത്തിലൂടെ എന്താ പറഞ്ഞത്? അല്ലാഹു തആല ഒരു മനുഷ്യനെ ഹിദായത്താക്കുവാൻ വേണ്ടി അല്ലാഹു തആല ഉദ്ദേശിച്ചു. അങ്ങനെ അല്ലാഹു തആല അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് തുറന്നു കൊടുത്തു. അയാൾ ഇസ്ലാം സ്വീകരിച്ചു എങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു പ്രഭ, ആ പ്രഭയാണ് നമ്മളൊക്കെ. അൽഹംദുലില്ലാഹ്, അള്ളാഹനെ സ്തുതിച്ചാൽ മതിയാകൂല. എന്റെ മുഅ്മിനുകളെ, എന്റെ പണ്ഡിതന്മാരെ നമ്മൾ ആലോചിച്ചു നോക്കൂ, എത്ര വലിയൊരു ഭാഗ്യവാന്മാരാണ് നമ്മൾ. നമുക്കൊക്കെ ജനിക്കുമ്പോൾ തന്നെ പാരമ്പര്യമായി അള്ളാഹു തആല നൽകിയ പ്രഭ. ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. ഹൃദയങ്ങൾ കടുകട്ടിയ നിൽക്കുന്ന ഹൃദയങ്ങളുണ്ട്, അല്ലാഹ് സ്മരിക്കൂല, ഇബാദത്തുല്ല, ഒന്നുമില്ല, അവിടെ ഹൃദയം ആകെ കടുകട്ടിയ. അങ്ങനെ കട്ടിയുള്ള ഹൃദയങ്ങൾക്കാണ് സർവനാശവും എന്ന് വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഇത് രണ്ടും അള്ളാഹിൽ നിന്നുള്ളതല്ലേ? ഇങ്ങനെ ധാരാളം കാണാം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി, സമുദ്രത്തിലും കരയിലും ആകെ ഫസാദ് വെളിപ്പെട്ടിരിക്കുകയാണ്. എന്ത് കാരണം? ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങളുടെ കരം കാരണമായിട്ട് ഇവിടെ ആകെ സംഭവിച്ചിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? അല്ലാഹു തആലയാണ്. അതുകൊണ്ട് അവരുടെ വാദം പൊളിച്ചു വിട്ടു. അപ്പൊ നമ്മളെ അതിലുള്ള വിശ്വാസം ശരിയാണെന്ന് നമ്മൾ ഊട്ടി ഉറപ്പിച്ചു. ഈ 2 ആയത്തുകൊണ്ടും അതുപോലെ അതിനോട് ബലം നൽകുന്ന പല ആയത്തും ഇനി നമുക്ക് ധാരാളം കിട്ടും. അതിലേക്ക് ഞാൻ വരുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് കണ്ടെത്തി മനസ്സിലാക്കാം. അള്ളാഹു ഖൈർ മനസ്സിലാക്കി ജീവിക്കുവാൻ തൗഫീഖ് നൽകട്ടെ. ഇനി ഒരു ഹദീസ് കാണും. മുഅ്തസിലിയാക്കളുടെ വാദപ്രകാരം ഇബ്ലീസ് പേക്കാൻ പാടില്ലല്ലോ. ഇബ്ലീസ് ഇങ്ങനെ വെച്ചത്, അല്ലാഹു തആല നന്മയെ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ ഇബ്ലീസ് വലിയ വലിയ മലക്കള കൂട്ടത്തിൽപ്പെട്ട് എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്ത് ആകാശലോകത്തും ഭൂമി ലോകത്തും ഇനി സുജൂദ് ഒരിടമില്ല. അങ്ങനത്തെ ഉന്നത സ്ഥാനം നേടിയ ഇബ്ലീസ് എന്തുകൊണ്ട് പിഴച്ചു? തനിയെ പേച്ചതാണോ? അവൻ തീരുമാനിച്ചതാണോ? തെറ്റിപ്പോയില്ലേ? ഇവിടെ വാദത്തെ ഹദീസ് കൊണ്ട് നമുക്ക് ഗണ്ണിക്കാം. ഏതാണ് ആ ഹദീസ്? വറവൽ ബൈഹഖി ബിസനദിഹി, ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസ. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലി അബീ ബക്കർ, ബഹുമാനപ്പെട്ട നബി തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു. എന്താ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞത്? യാ അബൂബക്കർ, അബൂബക്കറെ, ലൗ അറാദല്ലാഹു അല്ലാ യുസിയ, അല്ലാഹു തആലക്ക് തെറ്റ് ചെയ്യാതിരിക്കലാണ് അല്ലാഹു തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അപ്പൊ നന്മയല്ലേ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അല്ലാഹു തആലക്ക് തെറ്റ് ചെയ്യരുത്, ഇതാണ് അള്ളാന്റെ ഉദ്ദേശം എങ്കിൽ അബൂബക്കറെ മാ ഖലഖ ഇബ്ലീസ, ഇബ്ലീസിനെ തന്നെ അല്ലാഹു തആല പടക്കുമായിരുന്നില്ല. അപ്പൊ ഇവിടെ മുഅ്മിനീങ്ങൾ മാത്രമേ ഉണ്ടാവൂ, മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാവൂ, നന്മ മാത്രമേ ലോകത്തുണ്ടാകാവൂ. എല്ലാം ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അള്ളാന്റെ തീരുമാനമല്ലേ? അപ്പൊ ഈ ഹദീസ് കൊണ്ടും ആ 2 ആയത്ത് കൊണ്ടും അവരുടെ വാദത്തെ പൊളിച്ചു വിട്ടു. ഇനി നമുക്ക് മുഅ്തസിലത്തി ഇനി പറയുന്ന വാദം എടുക്കാലോ. ഖബീഹത്ത് എന്നൊരു പറഞ്ഞല്ലോ, ഖബീഹത്ത് അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു തആല ഖബീഹത്ത് ചെയ്യൂല, നമ്മുടെ വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസം എടുത്തിട്ട് നമ്മൾ കൺഫ്യൂഷൻ ആക്കി ഇവിടെ മുഅ്തസിലത്ത് നോക്കുക. ഖൗലുൽ മുഅ്തസിലത്തി, മുഅ്തസിലത്തിന്റെ വാക്ക് എന്താ വാക്ക്? ഇന്ന ഇറാദത്തൽ ഖബീഹ ഖബീഹത്തുൻ, ഖബീഹായ ഒരു കാര്യം ഉദ്ദേശിക്കുക എന്നുള്ളത് അത് തന്നെ ഖബീഹല്ലേ? ആ ഇറാദത്ത് തന്നെ ഖബീഹത്താണ്, വടക്കാണല്ലോ, മോശമാണല്ലോ എന്നാണ് മുഅ്തസിലത്ത് പറഞ്ഞത്. ഹുവ ബിന്നിസ്ബത്തി ഇലൈനാ, ആ വാക്ക് പറഞ്ഞത് നമ്മളിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അവര് പറയുന്നത്. അത് ശരിയാ, നമ്മൾ ഖബീഹത്ത് ഉദ്ദേശിക്കുമ്പോൾ ഖബീഹത്താണ്, അത് നമുക്ക് പറയാം. അതാണ് അവിടെ വാദം. അമ്മല്ലാഹു തആല ഫലാ ഖബീഹ ഇലൈഹി,
അള്ളാഹുവിലേക്ക് എന്തില്ല? കബീനെ ചേർക്കലില്ല. അള്ളാഹു തആലയിലേക്ക് ഒരിക്കലും കബീനെ ചേർക്കാൻ പാടുമില്ല. ഫഇന്നഹു, കാരണമെന്താ? മാലിക്കുൽ ഉമൂരി അലൽ ഇത്ലാഖ്, മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളുടെയും ഉടമ അള്ളാഹു തആലയാണ്. കബീഹ് എന്ന് പറയുന്നത് ചേർക്കാൻ പറ്റുകയില്ല, നമ്മൾ സമ്മതിക്കും. മൊത്തത്തിൽ എല്ലാ കാര്യങ്ങൾക്കുള്ള ഉടമ അവകാശം ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളയാണ് അതിന്റെ അധികാരി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളയാണ് അതിന്റെ അധികാരിയാകുമ്പോൾ യഫ്അലു മാ യശാഉ വയഖ്താർ, അള്ളാഹു തആല ഉദ്ദേശിച്ചതും ഇഷ്ടമുള്ളതും അള്ളാഹു തആല പടച്ചു വെക്കും. അപ്പൊ അതിലൊക്കെ പെട്ടു. അത് ലാ യസ്അലു അമ്മാ യഫ്അലു, അള്ളാഹു തആല എന്താണോ ചെയ്തതെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് അള്ളാഹുവിനോട് ചോദ്യമില്ല. വഹും യുസ്അലൂൻ, അടിയങ്ങളായ നമ്മൾ എന്ത് ചെയ്താലും, മലക്ക് ചെയ്താലും, അടിമകളൊക്കെ എന്ത് ചെയ്താലും അത് അവരോട് ചോദ്യം ചെയ്യും. അത് ചെയ്യാനുള്ള അധികാരം രാജാതിരാജനായ റബ്ബിനുണ്ട്. അള്ള ചെയ്താലോ ചോദിക്കാൻ ഇനി ആരുമില്ല. അപ്പോ ഇവിടെ ഒരു സംശയം വരും. ഇനി എന്താ സംശയം? ഒരായത്തുണ്ട്. ആയത്ത് ഓതിക്കഴിഞ്ഞാൽ മുഅ്തസിലത്ത് പറയുന്നത് ശരിയാന്ന് തോന്നിപ്പോകൂലേ? അങ്ങനുണ്ട്. ബിദ്അത്തുകാരുടെ വാദം കേട്ടാല് ഒരായത്ത് ഓതുമ്പോ അതും ശരിയല്ലേ, ഇപ്പുറത്തോതിന് എണ്ണിക്കുമ്പോ ഇതും ശരിയല്ലേ തോന്നിപ്പോകൂലേ? അങ്ങനെ പണിവിടെ ഉണ്ട്. മുഅ്തസിലത്ത് പറഞ്ഞു ഇപ്പൊ ശരിയാകും. അങ്ങനെയാണ് എങ്കിൽ ഈ ആയത്തിന് എന്തർത്ഥം വെക്കും എന്ന് ഒരു അറിവുള്ള ഒരാൾ ചോദിച്ചാൽ എന്താ ചോദ്യം? ഏതാ ആയത്ത് നോക്കാം. ഫൈൻ ഖുൽത, നീ ചോദിച്ചാൽ മാ മഅന ഖൗലില്ലാഹി തആല മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹി വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക, ഈ ആയത്തിന് എന്തർത്ഥം വെക്കുന്ന? എന്താ അർത്ഥം? മാ അസ്വാബക, നിനക്ക് വല്ലതും എത്തിയാൽ, മിൻ ഹസനത്തിൻ, അത് നന്മ, അപ്പൊ വല്ല ഗുണവും നിനക്ക് എത്തിയാൽ, ഫമിനല്ലാഹ്, അത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് നിനക്ക് കിട്ടിയതാണ്. വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ, വല്ല മോശമായതും നിനക്ക് എത്തിയാൽ, ഫമിൻ നഫ്സിക, അത് നിന്റെ ശരീരത്തിന്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ് എന്നാ. ഈ ആയത്ത് ഇപ്പൊ ഇങ്ങനെ അർത്ഥം വെക്കും. ഫഇന്ന ലാഹിറഹു യദുല്ലു അലാ ഖൗലിൽ മുഅ്തസിലത്തി, ഈ ആയത്തിന്റെ നേരാണ് മനസ്സിലാക്കിയാൽ ഈ ആയത്തെന്ന് മനസ്സിലാകുന്നത് മുഅ്തസിലത്ത് പറഞ്ഞു ശരി തന്നെയല്ലേ? ഇറാദത്ത് നന്മ മാത്രമേ അള്ളാഹ് ഉദ്ദേശിക്കുകയുള്ളൂ, തിന്മ അള്ളാഹു തആല ഉദ്ദേശിക്കുകയില്ല, അത് അടിയങ്ങളാണ് എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഈ ആയത്ത് കൊണ്ട് വ്യക്തമായതല്ലേ നന്മ അള്ളാഹുവിൽ നിന്നാണ്, തിന്മ കിട്ടിയാൽ നിന്നെ നിന്നാണെന്ന് ഈ ആയത്തിലുണ്ടല്ലോ. അപ്പൊ ഈ ആയത്തിന് എന്തർത്ഥം വെക്കും? എവിടെ എവിടെ പയവ്? ഇന്ന സയ്യിഅത ലൈസത്ത് മിനല്ലാഹ്, തിന്മ അള്ളാഹുവിൽ നിന്നല്ല എന്നുമാണല്ലോ ഈ ആയത്ത് കൊണ്ട് മനസ്സിലായത്. നല്ല ചോദ്യം. സുന്നത്ത് ജമാഅത്തിന്റെ അഹിലുകാർ വെള്ളം കുടിക്കും ഇപ്പോലെ, അങ്ങനെ തോന്നിപ്പോകൂലേ? മുഅ്തസിലത്ത് ബിദ്അത്തുകാരാണ്. നല്ലൊരു ചോദ്യമാണ്, കണ്ടീഷൻ ചോദ്യ, നല്ല ചോദ്യം, നല്ല അർത്ഥവും തെളിവുമാണ് ഇത് അറിവുള്ള ഒരാൾ ചോദിക്കേണ്ടത് തന്നെയാണ്. ഈ സംശയം നമ്മൾ തീർക്കേണ്ടതുമാണ്. എന്നാ തീർക്കാൻ പോവുകയാണ്. നമ്മൾ കുടുങ്ങൂല. സുന്നികൾക്ക് എന്ത് പ്രയാസം? അതാ സുന്നത്ത് ജമാഅത്തിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി. ഫൽ ജവാബു, അങ്ങനെ നിങ്ങൾക്ക് ചോദ്യമുണ്ടെങ്കിൽ അതിന് മറുപടി നമ്മൾ നൽകാം. എന്താ മറുപടി? അന്ന മഅനാഹ, ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം ലാ യുലാബു ശർറു ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് തിന്മയെ ചേർക്കപ്പെടൂല. അതാണ്, അള്ളാഹുവിലേക്ക് തിന്മയെ ചേർക്കപ്പെടൂല. എന്താ കാരണം? ലിൻഫിറാദി മുറാഅത്തിൽ അദബി, അള്ളാഹുവിന്റെ ഹക്കിലൂടെ വാദിക്കുമ്പോൾ അള്ളാഹു തആലയാണ് ബഹുമാനിക്കപ്പെടേണ്ട ആള്. എല്ലാം അള്ളാഹു സൃഷ്ടിച്ചതല്ലേ? അപ്പൊ അത്തിരി നല്ല അധികാരമുള്ള അള്ളാഹു തആലയുള്ള മര്യാദ, ആ മര്യാദ പാലിക്കുമ്പോൾ ആ മര്യാദയെ സൂക്ഷിക്കുക എന്നൊരു നിലപാട് വെച്ചിട്ട് എന്ത് ചെയ്യൂല? ശർറ് അള്ള തന്നു എന്ന് പറയൂല. അങ്ങനെ ഒരു അദബ് പാലിക്കുക എന്നൊരു നിലപാടിലൂടെയാണ് ഈ ആയത്ത് പഠിപ്പിച്ചു തരുന്നത്. അല്ലാതെ ശർറ് അള്ളാഹു തആലയുടെ ഭാഗത്ത് നിന്നുള്ള അല്ല എന്നല്ല. ഏതുപോലെ അതിന് ഉദാഹരണം പറഞ്ഞു തരാം. കമാലാ യുഖാലു, പറയപ്പെടും പോലെ, യാ ഖാലിഖൽ ഖനാസീരി, പന്നികളെ സൃഷ്ടിച്ചവരെ. ഇവിടെ എല്ലാരും അള്ളാഹ് സൃഷ്ടിച്ചിരിക്കണ്. എന്നിട്ട് അള്ളാഹു തആല പറയാ യാ ഖാലിഖൽ ഖനാസീരി, പന്നികളെ സൃഷ്ടിച്ചവരെ എന്ന് വിളിച്ച. വൈകാന ഖാലിഖ, പന്നികളെ സൃഷ്ടിച്ചത് അള്ളയാണ് എങ്കിലും പന്നിനെ സൃഷ്ടിച്ചവരെ എന്നോ നായയെ സൃഷ്ടിച്ചവരെ എന്നോ ആരെങ്കിലും വിളിക്കോ? അങ്ങനെ പറയാൻ പറ്റുമോ? അത് കേൾക്കുമ്പോഴത്തേനെ നമുക്ക് ഒരു ഇടങ്ങാറില്ലേ?
മോശമല്ലേ? അങ്ങനെ തോന്നൂലേ? വാസ്തവത്തിൽ അല്ലാഹു തആല പന്നിയെ സൃഷ്ടിക്കാത്തവനാ? മറ്റ് ജീവജാലങ്ങളെയോ മറ്റു മോശമായ വസ്തുക്കളെയോ സൃഷ്ടിക്കാത്തവരും ഉദ്ദേശിക്കാത്തവരും അല്ല. അപ്പൊ പിന്നെ എന്തേ പറയാവൂ? പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ളതായ മോശമായത് എടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ചേർത്തൂല. വയുളാഫു ഇലൈഹി ഇൻദൽ ജുംലത്തി, മൊത്തത്തിൽ അതാണ് നന്മയും തിന്മയുമാകുന്ന ഖദർ, നന്മയും തിന്മയുമാകുന്ന ഇറാദത്ത്, നന്മയും തിന്മയുമാകുന്ന മശീയത്ത് അള്ളാഹുവിനുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ കുഴപ്പമില്ല, രണ്ടും കൂട്ടി മൊത്തത്തിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. നേരെ മറിച്ച് നന്മ ചേർക്കുക അല്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് തിന്മ മാത്രം ചേർത്തി കൊടുക്കുക, അങ്ങനെ പറ്റൂല. കൂട്ടി പറയാനേ പറ്റുകയുള്ളൂ. നോക്ക്, അതിന് തെളിവുണ്ട്, വെറുതെ പറയുകയല്ല. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ. എന്താ അല്ലാഹു പറഞ്ഞത്? ഖുൽ കുല്ലും മിൻ ഇൻദില്ലാഹ്, എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് നബിയെ അങ്ങ് പറയുക എന്നല്ലേ പറഞ്ഞത്? ഇവിടെ കുല്ലും എന്ന് പറഞ്ഞ നന്മ മാത്രമാണോ? അല്ല, അതെല്ലാം പെട്ടു. ഇങ്ങനെ പറയണം, മൊത്തത്തിൽ പറയണം എന്ന് അള്ളാഹ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് മര്യാദ. ഷർറ് മാത്രം അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞിട്ടില്ല. എവിടെ നോക്കിയാലും നന്മയും തിന്മയും എല്ലാം കൂട്ടിച്ചേർത്തിട്ട് അള്ളാഹു തആല പറയുന്നത്. ആ രൂപത്തിൽ പറയണം എന്നാണ് ആ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്നല്ലാതെ നന്മ മാത്രം അള്ളാഹുവിൽ നിന്നും തിന്മ മാത്രം ഇവരിൽ നിന്ന് വെക്കുമ്പോ തിന്മ മാത്രമേ അള്ളാഹു അങ്ങനെ വെക്കാൻ പാടില്ല. സംഭവത്തിൽ ഈ ആയത്തിലൂടെ മനസ്സിലാക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പൊ ആയത്തിൽ ചിന്തിക്കുമ്പോൾ, ആയത്തിൽ കരുതുമ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാറുള്ളത് എന്താണ്? എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നും, അല്ല നന്മ മാത്രമേ അള്ളാഹു തആല ഉദ്ദേശിക്കുന്നുള്ളൂ എന്നും, തിന്മ അള്ളാഹു തആല ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ ഉദ്ദേശിക്കൽ വടക്കായ കാര്യമാണ് എന്നും വന്നു മുഅ്തസിലത്തിന്റെ വാദം. അതിനെ പൊളിച്ചു വിട്ടു ആയത്ത് കൊണ്ട്. പിന്നെ ഈ ആയത്തിന് നമ്മൾ വ്യാഖ്യാനിക്കുകയും ചെയ്തു, നന്മ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും തിന്മ നിന്നിൽ നിന്നുള്ളതാണെന്നും എന്ന ആയത്തിന് അർത്ഥം വെച്ചത് തിന്മ മാത്രം അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പറ്റൂല, നന്മയും തിന്മയും എല്ലാം മൊത്തം അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് പറയണം. അങ്ങനെ പറയണമെന്ന് അള്ളാഹു തആല തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുൽ കുല്ലും മിൻ ഇൻദില്ലാഹ് എന്നതാ. വമിൻ ദാലികൽ ഖബീലി, ഈ പറയുന്ന ഇനത്തിൽപ്പെട്ടതാണ് ഖൗലുഹു, അല്ലാഹു തആല പറഞ്ഞത്. ഹികായത്തൻ അൻ ഇബ്രാഹിം അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ ആയത്ത് പറഞ്ഞിട്ടില്ലേ, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. കണ്ടോ? വഇദാ മരിൽതു, ഞാൻ രോഗിയാവുകയാണ് എങ്കിൽ, ഫഹുവ അല്ലാഹു യശ്ഫീൻ, അല്ലാഹു എന്റെ രോഗം ശിഫ നൽകും. അപ്പൊ എന്റെ രോഗം മാറ്റുന്നവൻ അള്ളയാണ് എന്നതാ. ഇവിടെ രോഗം അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ടല്ല പറയുന്നത്. ഞാൻ രോഗിയായാൽ എന്നെ ശിഫയാക്കുന്നത് അള്ളയാണ് എന്ന. ഇതിന്റെ അർത്ഥം എന്താ? രോഗം നൽകുന്നവനും അള്ളയാണ്, ശിഫ നൽകുന്നവനും അള്ളയാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാട്ടിയത് ഫഅലാഫൽ മർള, രോഗം എന്നുള്ളതിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചേർത്തി ഇലാ നഫ്സി, തന്റെ ശരീരത്തിലേക്ക് ചേർത്തിട്ട് മരിത്തു എന്ന് പറഞ്ഞു, ഞാൻ രോഗിയായി എന്ന് പറഞ്ഞു. ഷിഫ, ഷിഫ എന്ന് പറയുന്നത് രോഗത്തെ ഷിഫയാക്കലാണല്ലോ, നല്ല വിശേഷണമാണല്ലോ. ആ ഷിഫയെ അള്ളാഹുവിലേക്ക് ചേർത്തി ഫഹുവ യശ്ഫീൻ, ഫഹുവ അപ്പോൾ അള്ളാഹു യശ്ഫീൻ, ആ അള്ളാഹ് എന്നെ സുഖമാക്കും എന്ന് അള്ളാഹുവിലേക്ക് ഷിഫയെ ചേർത്തു. രോഗത്തെ ശരീരത്തിലേക്കും ചേർത്തിക്കൊണ്ട് നമ്മുടെ മില്ലത്തിന്റെ പിതാവായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് ഖുർആനിലുണ്ട് എങ്കിൽ അത് മോശമാണോ? ഈ പറഞ്ഞ വാക്ക് മോശമായോ? ഇല്ല. വലം യഖ്ദഹ് ദാലിക ഫീ കൗനിഹി തആല ഖാലിഖൽ മർളി വശിഫാഇ, രോഗത്തെ സൃഷ്ടിച്ചതും ആ രോഗത്തിന് മരുന്ന് നമ്മൾ കുടിച്ചാലും ഇല്ലെങ്കിലും അത് മാറ്റുന്നതും ശിഫ നൽകുന്നതും ഒക്കെ സൃഷ്ടിച്ചതാരാ? അള്ളയാണ്. അത് രണ്ടിനെയും സൃഷ്ടിച്ചത് അള്ളയാണ് എന്ന കാര്യത്തിന് ഞാൻ രോഗിയായാൽ അള്ള എന്റെ രോഗം മാറ്റും എന്ന് പറഞ്ഞ വാക്ക് മോശമാണോ? അല്ല. ബൽ, പിന്നെ എന്താണ് ഇവിടെ ഉള്ളത്? ഇന്നമാ ഫസല ബൈനഹുമ ബിആയത്തിൽ അദബി, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തത് അത് രണ്ടിന്റെ ഇടയിൽ നിന്ന് വിട്ടുപിരിച്ചു. രോഗം മാറ്റിവെച്ചു, ഷിഫയും മാറ്റിവെച്ചു. അങ്ങനെ വരുമ്പോൾ രോഗം അല്ലാഹുവിലേക്ക് ചേർത്തി പറയലല്ല വേണ്ടത്. മര്യാദ നോക്കുമ്പോ
ബഹുമാനമുള്ള ആളുകളോട് ആദരവ് കാണിക്കുമ്പോൾ ആ ആദരവ് എന്ന് പറയുന്ന ആ മര്യാദ സംസ്കാരം എന്നൊക്കെ പറയുന്നതിനെ സൂക്ഷിക്കുന്ന നിലപാടിലൂടെയാകുമ്പോൾ നല്ലത് കൊടുക്കണം. അതാ വേണ്ടത്. അപ്പൊ ആ രൂപത്തിലാണ് ഫഹുവ യശ്ഫീൻ. അങ്ങനെ പറഞ്ഞതാണ് മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ രണ്ടും വിശദീകരിച്ച് പറയുമ്പോൾ ആ നിലക്ക് നല്ലത് അള്ളാഹുവിലേക്ക് ചേർത്തി പറയും. മൊത്തത്തിൽ എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് വിശ്വാസം നമുക്ക് വേണം. അങ്ങനെ തന്നെ വേണ്ടത്. അപ്പൊ ഈ രണ്ട് നിലപാട് വെച്ച് നോക്കിയാലും ഈ വിദ്യാർത്ഥികാരായ ഇവരുടെ വാദം ശരിയല്ല, പൊളിച്ചു കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞു, എല്ലാം റെഡിയാക്കി. നമ്മുടെ വിശ്വാസം മറന്നു പോകരുത്. മുമ്പ് പറഞ്ഞല്ലോ മുർജിഅത്തും മുഅ്തസിലത്തും, അത് നമ്മൾ മറക്കരുത്. എന്ത് ദമിന്റെയും റഫത്തിന്റെയും മലമൂത്രത്തിന്റെയും അതുപോലെ രക്തത്തിന്റെയും ഇടയിലൂടെ ശുദ്ധമായി തെളിഞ്ഞു വരുന്ന പാല് പോലെയാണ് നമ്മുടെ വിശ്വാസം. എല്ലാം റെഡിയായി തെളിഞ്ഞു നിൽക്കുകയാണ് ഇപ്പൊ നമ്മുടെ വിശ്വാസം. ഈ തെളിവിലൂടെ അങ്ങറ്റം പോകുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അർത്ഥം വെക്കാനുണ്ട്, ഒരർത്ഥത്തിൽ നിർത്തണ്ട. ഔ ഇന്നൽ മഅന, അല്ലെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ഇന്നമാ അസ്വാബൽ ഇൻസാന മിൻ ബരിയത്തിൻ, പരീക്ഷണത്തിൽ നിന്ന് മനുഷ്യന് എത്തിക്കൊണ്ടിരിക്കുന്നത് ഫമിൻ നഫ്സിഹി, അത് അവന്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെയാണ്. അതിനർത്ഥം എന്തായി? ഐബി ദുനൂബിഹി, അവൻ തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്തത് കാരണമായി കൊണ്ട് തന്നെയാണ് അവനെ വന്ന് നേരിട്ടത് എന്നർത്ഥം വെക്കാം. എന്നിരുന്നാലും മുഅ്തസിലത്തിന്റെ വാദത്തിന് തെളിവതിലില്ല. അത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞല്ലോ. വമാ അസാബകും, നിങ്ങൾക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതെന്തിനാണ്? മിൻ മുസീബത്തിൻ, വല്ല മുസീബത്തും നിങ്ങൾക്ക് എത്തുന്നുണ്ടോ? അങ്ങനെ എത്തുന്നുണ്ട് എങ്കിൽ ഞാൻ നേരിട്ട് വെറുതെ ചെയ്യുകയല്ല. ഫബിമാ കസബത്ത് ഐദീകും, നിങ്ങളെ കരങ്ങൾ പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചത് കാരണം കൊണ്ടാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടായത്. അപ്പൊ നിങ്ങൾ തെറ്റ് ചെയ്തു. തെറ്റ് ചെയ്തപ്പോൾ നിങ്ങളെ ഞാൻ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഉത്തരവാദി നിങ്ങളാണ്. ആ നിലപാടിലൂടെ അങ്ങനെ അർത്ഥം വെച്ചാലും കുഴപ്പമില്ല. അതാണ് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. സാധാരണ നമ്മൾ പറയാറില്ലേ, ആ ചങ്ങായി കാട്ടിയത് കൊണ്ടല്ലേ, ഈ ഫിത്ന ഉണ്ടാക്കിയത് കൊണ്ടല്ലേ ഇവിടെ ആകെ പടർന്നു പിടിച്ചത് എന്ന് നമ്മൾ പറയാറില്ലേ. യഥാർത്ഥത്തിൽ അവൻ ഉണ്ടാക്കിയതാണ് ഫിത്ന. ആ രൂപത്തിലൂടെ ആ തീരുമാനം വന്നപ്പോൾ അവനിന്ന് ഉണ്ടാവുകയും ചെയ്തു എന്നേ ഉള്ളൂ. അവൻ കാരണക്കാരനായപ്പോൾ അതുപോലെ അള്ളാഹുത്തലാക്കി മാറ്റി എന്നർത്ഥം വെക്കുകയല്ലാതെ മറ്റൊരു ഒന്നും അതിന് പിടിച്ചെടുക്കുവാൻ ഇല്ല സഹോദരന്മാരെ എന്നതാണ് നമ്മുടെ പണ്ഡിതന്മാര് അത്തരം വാദങ്ങളെ മുലയൊടിച്ചിട്ട് അവരെ മൂലയിലിരുത്തിയത്. ഇനി ശറഅ് ഇത്രയും വിശദീകരിച്ചെങ്കിൽ ഖുൽതു, അതിനൊന്ന് വ്യാഖ്യാനിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ ഹബീബ് എന്നവർ പറയുന്നു, ഞാൻ പറയുന്നു, ഫഫ്ഹം, ശരിക്ക് മനസ്സിലാക്കിക്കോ. ഖൗലുഹു വയുളാഫു ഇലൈഹി ഇൻദൽ ജുംലത്തി, അതാണ് വിഷയം. ബഹുമാനപ്പെട്ട ശാരിഹ് പറയുകയാണ്, നമ്മുടെ റാത്തിബുൽ ഹദ്ദാദിന്റെ മുസന്നിഫ് പറഞ്ഞത് ഇപ്പൊ എന്താ? മൊത്തത്തിൽ ഖാലിക്കായ അള്ളാഹുവിലേക്ക് ചേർക്കുക. യുളാഫു ഇലൈഹി ഇൻദൽ ജുംല, മൊത്തത്തിൽ എല്ലാം എന്താ ജുംല, മൊത്തത്തിൽ എന്താ അള്ളാഹുവിലേക്ക് ചേർക്കാന്നല്ലേ പറഞ്ഞത്. എന്താണ് ഈ ജുംലയുടെ സമയത്ത് അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുക എന്നൊരു വാക്ക് നമ്മുടെ റാത്തീബിന്റെ മുസ്തനി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വാക്ക് ശരിക്കും നീ ആലോചിച്ചോ, മനസ്സിലാക്കിക്കോ, ഉള്ളിരുത്തി ചിന്തിച്ചോ എന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഹബീബ് എന്നവർ പറയുന്നത്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, ഖുൽ കുല്ലും മിൻ ഇൻദില്ലാ, എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ഖുർആൻ ആയത്തുണ്ടല്ലോ. ആ ആയത്ത് വെച്ചുകൊണ്ട് പറയുമ്പോൾ എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതാ. അപ്പോൾ എന്താ പറയാ? ഫബിറാത്തിബി, അപ്പോൾ റാത്തീബില് അൽ ഇലാഫത്തു ഇലൈഹി, അള്ളാഹുവിലേക്ക് ചേർത്തത് ബിൽ ജുംല, മൊത്തത്തിലാണ്. അങ്ങനെ മൊത്തമായി ചേർത്തുകൊണ്ടാണ് റാത്തീബിൽ നമ്മുടെ മുസന്നിഫ് അവറുകൾ പറഞ്ഞ ദിക്ർ എന്ത്? ഖാല റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ അവിടെ പറഞ്ഞു, അൽ ഖൈറു വശർറു ബിമശീഅത്തില്ലാഹി എന്നാ. കേട്ടോ, എന്താ പോയിന്റ്? ആ ദിക്ർ ശരിയാക്കി കൊണ്ടുവരേണ്ട പണിയെടുത്ത പണി നോക്കൂ. ഇനി അതിനെ കുറിച്ചൊരു സംശയം ആർക്കവിടെ വേണ്ട. ആ സംശയം ഇല്ലാതെയാക്കുവാനാണ് ഇത്രയും ഗണ്ണിച്ച് മുഅ്തസിലത്തിന്റെ വാദം കൊണ്ടുവന്ന് അതിനെ ആകെ കെട്ട് നെല്ലും പതിരും
തിരിച്ച് ആ ആയത്തുകളൊക്കെ അവർക്ക് പിടിക്കാൻ പറ്റുന്ന, അവർക്ക് തെളിവാക്കാൻ പറ്റുന്ന ആയത്ത് ഓതിയെടുത്തുകൊണ്ട് തന്നെ അതിനാദ്യം ഗണ്ണിച്ച് അതിനെ പൊളിച്ചു കളഞ്ഞതിന് ശേഷം നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി ആയത്തോതി പറഞ്ഞു. ഇതാണ് അൽ ഖൈറു വശറു മശീഅത്തില്ലാ, നന്മയും തിന്മയും അള്ളാഹുവിന്റെ മശീഅത്ത് കൊണ്ടാണ് എന്ന് മൊത്തത്തിൽ അങ്ങ് ചേർത്തി പറഞ്ഞു. ഹദ്ദാദിൽ വഫ്അം ഖൗലുഹു, വീണ്ടും മഹാൻ പറയുന്നു ബി മശീഅത്തില്ലാ. ഇവിടെ മശീഅത്തില്ലാ എന്ന് അല്ലാഹു തആലയുടെ മശീഅത്തിനെ പറ്റി നമ്മുടെ മുസന്നിഫ് കൊടുത്ത ദിക്ർ. വലം യഖുൽ, ബഹുമാനപ്പെട്ടവര് അവിടെ പറഞ്ഞില്ല മിൻ ഇൻദില്ലാ എന്ന് പറഞ്ഞില്ല. അങ്ങനെ പറയാലോ, അൽ ഖൈറു വശറു മിൻ ഇൻദില്ലാ എന്ന് പറയാതെ അൽ ഖൈറു വശറു ബി മശീഅത്തില്ലാ. എന്തിനാ മിൻ ഇൻദില്ല ഒഴിവാക്കിയിട്ട് ബി മശീഅത്തില്ല പറഞ്ഞത്? ആലോചിക്കണം. വലൗ കാന ഇളാബത്തുൽ ജുംലത്തി, മൊത്തം ചേർക്കൽ, മദ്ഹൽ ലഹു ജല്ല ജലാലുഹു. ബഹുമാനപ്പെട്ടവരെ എന്താണെന്നറിയാമോ പറയുന്നത്? അല്ലാഹു തആലയെ മദ്ഹ് ചെയ്യലാണ് മൊത്തത്തിൽ ചേർക്കൽ ആവുകയാണ് എങ്കിൽ, ഏതുപോലെ കമാ ഖാലൽ ഇമാമുൽ ഗസാലി ഫിൽ മഖ്സദിൽ അസ്നാ. മഖ്സദിൽ അസ്നാ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, പറഞ്ഞതെന്താ? മൊത്തത്തിൽ അള്ളാഹുവിലേക്ക് ചേർത്തി പറയൽ അള്ളാഹനെ പുകഴ്ത്തലാണ് എന്നുള്ളതാ. ആണെങ്കിൽ പോലും ഇവിടെ നമുക്കൊന്നും കൂടി മനസ്സിലാക്കാനുള്ളത്, അള്ളാഹനെ പുകഴ്ത്തലാണ്, നമ്മൾ അള്ളാഹനെ ഇകഴ്ത്തലല്ല, മൊത്തത്തിലെല്ലാം ചേർത്ത് കൊടുത്താൽ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ലാക്കിന്ന സാഹിബർ റാത്തിബി അശ്ശരീഫ്, റാത്തിബുൽ ഹദ്ദാദിന്റെ ബഹുമാനപ്പെട്ട മുസന്നിഫ് അവറുകൾ തഅദ്ദബ, ഇവിടെ മര്യാദ പാലിച്ചു. അദബൻ സായിദ, നല്ലൊരു മര്യാദ. അല്ലാഹു തആലയെ പുകഴ്ത്തുന്നു, അതോടൊപ്പം തന്നെ നല്ലൊരു അദബോടുകൂടി നല്ലൊരു മര്യാദയോട് കൂടിയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുവാനാണ് മിൻ ഇൻദില്ല ഒഴിവാക്കിയിട്ട് ബി മശീഅത്തില്ല എന്ന് പറയുന്നത്. അതാണ് മര്യാദ. അൽ ഖൈറു വശറു, നന്മയും തിന്മയും മിൻ ഇൻദില്ല, അള്ളാന്റെ ഭാഗത്തിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞാൽ തന്നെ മതി. അത് മദ്ഹാണെങ്കിലും ഏറ്റവും നല്ലൊരു മര്യാദ അൽ ഖൈറു വശറു ബി മശീഅത്തില്ല, അങ്ങനെ പറയല. നന്മയും തിന്മയും ഒക്കെ അള്ളാന്റെ മശീഅത്ത് കൊണ്ടുണ്ടാകുന്നതാണ് എന്ന് പറയലാണ് നല്ലത്. അതാണ് മര്യാദ. ആ മര്യാദയും കൂടി പഠിപ്പിച്ചു. അപ്പൊ ഖാലിഖായ നമ്മുടെ റബ്ബിനോട് നമ്മൾ ചെയ്യേണ്ട ഒരു ചിട്ടിയും കൂടി ദിക്റിലുണ്ട്. നമ്മുടെ എല്ലാ ഇബാദത്തിലും വേണം, ദിക്റിലും വേണം. എങ്ങനെയെങ്കിലും ദിക്ർ ചൊല്ലി മണ്ടേണ്ടവരല്ല, എങ്ങനെയെങ്കിലും ഒരുമിച്ചു കൂടി കടമ കഴിക്കേണ്ടവരല്ല എന്ന് മനസ്സിലായല്ലോ. ഇതൊക്കെ തന്നെയാണ് ഹദ്ദാദ് റാത്തീബിന്റെ ദിക്റിന്റെ പുണ്യം പറയുന്നതിന്റെ മുമ്പ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ ദിക്റുമായി ബന്ധപ്പെട്ട് വരുന്ന പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ടവർ ആരും ദിക്റിന്റെ മഹത്വം പറയാതെ പോയത്. ഇനി ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ആ ദിക്റിന്റെ മഹത്വത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇത്രയും വിശകലനം ചെയ്യുമ്പോൾ ശ്രോതാക്കളും പറയുന്ന എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയും. ആ ഒരു രൂപത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നല്ല മര്യാദയാണ് ആ ചെയ്തത്. വല്ലാഹു അഅലം. ബർക്കത്തിന് വേണ്ടി പറയുകയാണ് ബഹുമാനപ്പെട്ട ഹബീബ് എന്നവർ. വ ഇല്ല, അങ്ങനെ ഒരു മര്യാദ പാലിക്കലല്ലായിരുന്നുവെങ്കിൽ ഫഹുവ സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈർ എന്ന ആയത്ത് അല്ലേ? ഷർറ് കൊണ്ടും ഖൈർ കൊണ്ടും നിങ്ങളെ ഞാൻ പരീക്ഷിക്കും നമ്മൾ എന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. ഫഅല്ലാഹുമാ ഇലൈഹി, അത് രണ്ടിനെയും അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് അള്ളാഹു തആല അവിടെ പറഞ്ഞു. വലൻ യുളിഫ്ഹുമാ ഇലൽ മശീഅത്തി, അവിടെ എന്റെ മശീഅത്ത് കൊണ്ട് അള്ളാഹു തആല ആയത്തിൽ പറഞ്ഞില്ലല്ലോ. വനബ്ലൂകും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കും ബി മശീഅത്തി ശർരി വൽ ഖൈർ, നന്മ തിന്മ ഞാൻ ഉദ്ദേശിക്കൽ കൊണ്ട് എന്ന് പറയണ്ടേ? അത് അള്ളാഹ് പറഞ്ഞില്ലല്ലോ. അത് പറയാതെ തന്നെ നേരെ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ടല്ലേ ഷർറും ഖൈറും ആയത്തിൽ പറഞ്ഞത്. അത് മദ്ഹാണ്. അങ്ങനെ മത് കൊണ്ടായിരുന്നുവെങ്കിൽ ഫൗവ അഹസ്സു, അതേലും അഹസ്സു അല്ലേ? മശീഅത്തിലേക്ക് ചേർത്തി പറയുകയാണെങ്കിൽ അത് അഹസ്സാകുമായിരുന്നു. അത് ചേർക്കാതെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു, അത് മദ്ഹാണ്. പിന്നീട് നമ്മുടെ മുസന്നിഫ് ദിക്ർ കൊണ്ടുവന്നതോ അൽ ഖൈറു വശറു മശീഅത്തില്ല എന്നുമാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് ചേർക്കൽ മദ്ഹ് ഉള്ളതോടൊപ്പം തന്നെ ബി മശീഅത്തില്ല എന്ന് കൂട്ടിക്കൊടുത്തത് ഒന്നും കൂടി അള്ളാഹുവിനുള്ള മര്യാദ ഒന്ന് പാലിക്കുവാനും ആ ചിട്ടയും മട്ടയും ഒക്കെ നായിട്ട് നമ്മുടെ രാജാവായ അള്ളാഹുവിന് എന്തു വേണം?
ശരിക്കൊന്ന് ബഹുമാനിക്കണം, ആദരിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഈ ദിക്ർ കൊണ്ട് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഈ 32ാമത്തെ ക്ലാസ് ഇവിടെ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് ഇനി വേറെ നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മുഅ്തസിയാക്കൾപ്പെട്ട വലിയ ഒരു മഹാന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്, വലിയ ഒരു ഷെയ്ഖ് ഉണ്ടായിട്ടുണ്ട്. ആ ഷെയ്ഖും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുമായിട്ടുള്ള ഒരു സംവാദം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ചെറിയൊരു വിവരണം അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നത് കേൾക്കുവാനും പഠിക്കുവാനും പറയുവാനും നമുക്കെല്ലാവിധ സൗകര്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ പറയുന്നതിനെയും കേൾക്കുന്നതിനെയും ഇരുവീട്ടിലും നമുക്കൊരു സ്വാലിഹായ അമലായി അള്ളാഹു ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ. ഇത് മനസ്സിലാക്കി ഇരുത്തി നമ്മൾ ചെല്ലുന്ന എല്ലാ ദിക്റുകളും ഇബാദത്തും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന രീതിയിൽ അള്ളാഹു തആല ഹിദായത്ത് നൽകി, വെളിച്ചം നൽകി, ഹൃദയ വിശാലയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും. വൈകിയിട്ടുണ്ടാകും, ക്ഷമ ചോദിക്കുന്നു. വിഷയം പറയുമ്പോൾ ഒരു വിഷയത്തിലേക്ക് എത്തണ്ടേ, അതുകൊണ്ട് വൈകിപ്പോയതാണ്, ക്ഷമിക്കണേ. എന്നിരുന്നാലും കേൾക്കാതിരിക്കരുത്, പ്രതികരിക്കാതിരിക്കരുത്. പ്രതികരിക്കണം, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരണം, തിരിയാത്ത ഭാഗം ചോദിക്കണം. എനിക്കും കൂടി പഠിക്കലാണ് അതിന്റെ ലക്ഷ്യം എന്ന് ഞാൻ ഉണർത്തട്ടെ.